എത്ര കാലായില്ലേ നമ്മളിങ്ങനെ ഒന്ന് ഒരുമിച്ചിരുന്നിട്ട്? ആടാ 2 കൊല്ലായിലൊടങ്ങ ഇരുന്നിട്ട്. അതല്ല എയർപോർട്ടിൽ നിന്ന് വന്ന പാടെ ഞാൻ നേരെ കുടിച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നേ. പണ്ട് തറ നിറച്ച ആൾക്കാരുടെ മരുന്നും കൂടി ഒറ്റയില്ല. ഒരു പോക്കൂടും പോയിട്ട് ഗൾഫ് പോക്ക് നിർത്താൻ. അല്ല ഇപ്പൊ സ്കൂളിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതാ യു പി സ്കൂളോ എൽ പി സ്കൂളോ? സ്കൂൾ ഏതാണെന്ന് അറിയില്ല. പക്ഷെങ്കില് കഴിഞ്ഞ ദിവസം കല്യാണം നടന്നുണ്ടായിരുന്നാടാ. നമുക്ക് അങ്ങോട്ടാ പോകേണ്ടത്. നമ്മളെ കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞിട്ടോ പുലിപ്പ യു പി സ്കൂളിൽ എടുത്ത്. അതിലിക്ക നിങ്ങൾ അങ്ങോട്ട് പോയ ട്രാൻസ്ഫർ ആണ്. കുറച്ച് ഇങ്ങോട്ട് പോയാല് അടുത്ത് വലത്തോട്ടേക്ക് റോഡ് നേരെ പോയാലോ ജംഗ്ഷനിലെത്തും. ആറിനാട് ചോദിച്ചാണ് ഒരു പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാ സാറ് പറഞ്ഞു ആ സ്ഥലം കാണുന്നുണ്ടോ? അവിടുന്ന് റൈറ്റ് പോവുക. റൈറ്റ് പോയി നേരെ ടി ജംഗ്ഷൻ കിട്ടും. അവിടുന്ന് ലെഫ്റ്റ് പോയാൽ മതി. ലെഫ്റ്റ് പോയി സ്കൂളിൽ എടുത്ത് അവിടെയാണ് സ്ഥലം. അത് നടക്കൂല. ആ റോഡ് എനിക്ക് അറിയാതെ കൊണ്ടാ. ആ റോഡ് മൊത്തം പ്രശ്നം. പുതിയ വണ്ടിയല്ലേ. റോഡ് പണിയുണ്ട്. നിങ്ങളൊരു പണി ചെയ്തോ, ഈ റോഡ് നേരെ പോവാ. പാലച്ചോട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തുക. അവിടെ അവിടുന്ന് റൈറ്റിലേക്ക് പോവുക. ഒരു 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആ സ്കൂൾ കാണാൻ കിട്ടും. വലിയ ഉപകാരം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലുള്ള സഹായങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരനെ വേണം. എന്നാ പിന്നെ ഓക്കെ. എന്നാല് ഇതുപോലെയുള്ള കുറെ എണ്ണം എല്ലാ നാട്ടിലും ഉണ്ടാവും. പല കലിങ്ങിന്റെ അടിയിലും പാലത്തിന്റെ അടിയിലൊക്കെ ഇങ്ങനെ കുത്തുന്നിട്ട് ഒരു പണിക്കും പോവാത്ത ടീമില്ലേ? ആ നടുവിലൊക്കെ കിടന്ന് ചങ്ങായില്ലേ, 5 അടിച്ച് കിടന്നാണ്. ഓ പച്ച ഷർട്ടല്ലേ ഓൻ ഇന്നലെ ഞാൻ കിടക്കുന്ന കിടത്താൻ തോന്നുന്നു അല്ലേ? വലിയ ഉപകാരം കേട്ടോ.